നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വടകരയിലെ 3 അധ്യാപികമാർ MDMA കേസിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള 3 അധ്യാപികമാരുടെ കരച്ചിലാണ് ഇപ്പോൾ കെങ്കേമം. ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിലെ പരിശീലകർ ഉൾപ്പെടെ 3 അധ്യാപികമാർ പിടിയിലായ സംഭവം വടകര MDMA കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഇക്കാര്യങ്ങളിലാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് വടകര NDPS കോടതി മരുതോങ്കര സ്വദേശിനി കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇപ്പോഴിതാ കീർത്തനയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. 31 വയസ്സുകാരിയാണ് കീർത്തന, അധ്യാപിക. എന്നിട്ടും അവൾക്ക് പണത്തോടുള്ള ആർത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കോടതി കീർത്തനയെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് ചോദ്യം ചെയ്യൽ. പോലീസിന് മുഖ്യമായി അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. കീർത്തനയുടെ അക്കൗണ്ടിലൂടെ മറിഞ്ഞ മുഴുവൻ തുകയുടെ വിവരങ്ങൾ, വിദ്യാർത്ഥികളെ കീർത്തന വലയിലാക്കിയോ, കീർത്തന ബംഗളൂരു ബന്ധപ്പെട്ട് ഇടപാട് നടത്തിയ വമ്പന്മാർ ആരൊക്കെ, വടകര MDMA കേസിലെ മുഖ്യ ഇടപാടുകാരി 2ാം പ്രതിയായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേരാമ്പ്ര BRCയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി പ്രവർത്തിച്ചു വന്ന കീർത്തന തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മറ്റ് അധ്യാപികമാരെ ലഹരി കച്ചവടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കി. പോലീസ് കസ്റ്റഡിയിലുള്ള കീർത്തന NDPS കേസിൽ ഉൾപ്പെട്ട പ്രതികളുമായി ലക്ഷക്കണക്കിന് രൂപയുടെ ഗൂഗിൾ പേ ഇടപാട് നടത്തി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 1ാം പ്രതി സഫ്വാനിൽ നിന്ന് കീർത്തന പണം സ്വീകരിച്ചു. കാവ്യ, നീഷ്മ, ജിജിൽ എന്നിവർക്കും മറ്റും പണം അയച്ചു കൊടുത്തിട്ടുമുണ്ട്. കീർത്തനയുടെ ഫോൺ സൈബർ സെൽ പരിശോധിച്ചപ്പോൾ NDPS കേസിൽപ്പെട്ട പ്രതികളുമായി അവർക്കടുത്ത ബന്ധം. ഫോട്ടോകളും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചാറ്റുകളും പോലീസ് കണ്ടെത്തി. ലഹരി വിൽപ്പനയ്ക്കായി വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസിൻ്റെ ഏറ്റവും വലിയ സംശയം. ഇത് സംബന്ധിച്ച നിർണായക ചില സൂചനകൾ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചു. കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി കീർത്തന ഉപയോഗപ്പെടുത്തിയിരുന്നോ? ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട് എന്ന് പോലീസ് പറയുന്നു. കീർത്തനയെ 2 ദിവസത്തേക്കാണ് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വടകര NDPS കോടതി വിട്ടുകൊടുത്തത്. 3 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും 2 ദിവസ കസ്റ്റഡി. കാവ്യ, നീഷ്മ, സഫ്വാൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിലും കോടതി വാദം കേട്ടു. പോലീസ് കോടതിയിൽ നിന്ന് കീർത്തനയെ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പൊട്ടിത്തെറിച്ചു കീർത്തന. എൻ്റെ 2 ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ പരിശോധിച്ചോ? 2ലും ലോൺ അടവ് മൈനസാണ്. അന്വേഷണോദ്യോഗസ്ഥർ പറയുന്നതെല്ലാം സത്യമല്ല. മാധ്യമങ്ങളും സത്യമറിയണം. എനിക്കിതിൽ പങ്കില്ല. MDMA കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ആൺകുട്ടിയുടെ അമ്മയാണ്. രോക്ഷാകുലയായി കീർത്തനയുടെ പ്രതികരണം. എന്നാൽ കീർത്തന ഇടപെട്ട ലഹരി ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. സുഹൃത്തുക്കളായ അധ്യാപികമാരെ ലഹരി ഇടപാടിലേക്ക് ആകർഷിച്ചത് കീർത്തനയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് ഇവർ നടത്തിയ ചാറ്റുകളും ചിത്രങ്ങളും കീർത്തനയുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ ഒരു കാര്യം വ്യക്തമായി: കീർത്തന ചെറിയ മീനല്ല. അധ്യാപികമാർ ഉൾപ്പെട്ട കേസിൽ വിദ്യാർത്ഥികളെ ലഹരി കൈമാറ്റത്തിന് ഉപയോഗിച്ചുവെന്ന് തെളിഞ്ഞാൽ കേസിൽ ഇത് സംബന്ധിച്ച് മറ്റു ഉപവകുപ്പുകൾ കൂടി ചേർക്കുമെന്ന് പോലീസ് പറയുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ പ്രതികൾ നടത്തി. കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് കണ്ടെത്തിയ വയനാട് സ്വദേശി ഷിൻഡോ ഷിബുവിന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കി. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി കീർത്തനയെ അവരുടെ വീട്ടിൽ നിന്ന് നേരിട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്നായിരുന്നു സ്മാർട്ട് ഫോണിൽ നിന്ന് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തിയതിനു ശേഷം മറ്റ് അധ്യാപികമാരെ അറസ്റ്റ് ചെയ്തു. അധ്യാപിക കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശി K കാവ്യ എന്ന 29കാരിയും പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവള കൂട്ടോത്ത് വലിയ പറമ്പിൽ VP നീഷ്മ എന്ന 30കാരിയും തുടർന്ന് പോലീസ് അറസ്റ്റിലായി. എന്നാൽ നിർണായകമായ പല വിവരങ്ങളും ഈ അധ്യാപികമാർ തങ്ങളുടെ ഫോണിൽ നിന്ന് മാറ്റിയതായി സൂചനയുണ്ട്. അധ്യാപികമാരുടെ ഫോണുകൾ സൈബർ സംഘത്തിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ ഈ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ആത്മവിശ്വാസം. വടകര MDMA കേസിൽ ഇരിട്ടി കുട്ടുപുഴ സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ഏജന്റുമായ ജിജിൽ കുര്യാക്കോസിൻ്റെ അറസ്റ്റാണ് ഏറെ നിർണായകമായത്. അധ്യാപികമാരിൽ നിന്ന് ലഭിച്ച പണം ജിജിൽ വഴിയാണ് പ്രധാന സൂത്രധാരനെന്ന് കരുതുന്ന വയനാട് സ്വദേശി ഷിൻഡോയ്ക്ക് കൈമാറിയത്. ഒരു ഓൺലൈൻ ഡെലിവറി ഏജന്റിൻ്റെ അക്കൗണ്ടിൽ 1 കോടിയോളം രൂപ ഇത്തരത്തിൽ ഇടപാട് നടത്തുക,
ഇതാണ് കേസിലേറെ വഴിത്തിരിവുണ്ടാക്കിയത്. വടകര കേസിൽ പിടിയിലായ 3 അധ്യാപികമാരുമായും ജിജിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന് പോലീസ് കണ്ടെത്തി. കീർത്തനയ്ക്ക് മാത്രമല്ല, മെയ് 20 പയ്യോളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത MDMA കേസിലെ പ്രതി തുറശ്ശേരിക്കടവ് തെക്കേ നെല്ലിക്കുന്നുമ്മൽ മുഹമ്മദ് ഇർഫാന് പണം അയച്ചു നൽകിയത് ജിജിലാണ് എന്നും അന്വേഷണ സംഘം തുടർന്ന് കണ്ടെത്തി. ഇതോടെ പയ്യോളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജിജിനെ പ്രതിയാക്കി. രഹസ്യ വിവരത്തെ തുടർന്ന് ഇർഫാന്റെ വീട്ടിൽ മെയ് 20 പുലർച്ചെ 12:15 നടത്തിയ തെരച്ചിലിൽ പോലീസ് കട്ടിലിനടിയിൽ ഒളിപ്പിച്ച പേഴ്സിൽ നിന്ന് 13.56 ഗ്രാം MDMA കണ്ടെത്തുന്നു. ഇതായിരുന്നു കേസിന്റെ തുടക്കം. ഒട്ടേറെ പേർ ജിജിലുമായി ലഹരി ഇടപാടിൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് പയ്യോളിയിലേത് എന്ന് പോലീസ് കണ്ടെത്തി. ജിജിലും കേസിൽ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന വയനാട് സ്വദേശി ഷിൻഡോയും മംഗളൂരുവിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരേ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചു. വെവ്വേറെ കോഴ്സുകളിലായിരുന്നുവെങ്കിലും ഇരുവരും വലിയ സുഹൃത്തുക്കൾ. പഠനകാലത്ത് തന്നെ MDMA ഇടപാടിലേക്ക് ഇരുവരും തിരിഞ്ഞു. പഠനശേഷവും ഇത് തുടർന്നു. ഷിൻഡോ ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കാൻ കാരണം ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത് പോലീസിന് വിവരം ലഭിച്ചു. ഷിൻഡോ ഷിബുവിനു വേണ്ടി അന്വേഷണ സംഘത്തിൻ്റെ ശക്തമായ തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. കേരളത്തിന് പുറത്തും സുഹൃത്തുക്കൾ ഏറെയുണ്ട് ഷിൻഡോയ്ക്ക്. ലഹരിക്കടത്തിലെ നിർണായക വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഷിൻഡോ ഷിബുവിനെ അറസ്റ്റ് ചെയ്തേ തീരൂ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഷിൻഡോയുടെ നേതൃത്വത്തിൽ നിരവധി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. വടകര കേസിൽ അറസ്റ്റിലായ ഷിജിൽ ബംഗളൂരുവിൽ പഠിച്ചിരുന്ന കാലഘട്ടത്ത് പലവിധ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആ ലഹരി ഇടപാട് സംഘത്തിലെ കണ്ണികളെ വീണ്ടും കണ്ടെത്തേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നു. ബംഗളൂരുവിൽ നിന്നും ലഹരി വൻതോതിൽ എത്തിച്ച് വിതരണം നടത്തുകയായിരുന്നു ഈ സംഘത്തിൻ്റെ മുഖ്യ രീതി. വയനാട് സ്വദേശിയായ ഷിൻഡോ ഷിബുവിന് വെറും 22 വയസ്സ് മാത്രം പ്രായം. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ തന്നെ ലഹരിക്കടത്തിൻ്റെ കണ്ണികളാവുക. വലിയ ലഹരി ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന ശൃംഖലകൾ വടക്കൻ കേരളത്തിൽ വലവിരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് വടകര MDMA കേസ്. വലിയ കഴിവുള്ള മിടുക്കികളും സുന്ദരികളുമായ 3 അധ്യാപികമാർ. ഇവർ 3 പേരും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഭാരവാഹികളായിരുന്നു എന്നത് കൂടുതൽ നടുക്കമുണ്ടാക്കുന്ന വിവരം. ഭരണത്തിൻ്റെ പാർട്ടിയുടെ തണലിൽ ഇവർ ആ മേഖലയാകെ വലവിരിച്ചു. ഒപ്പം ലഹരിക്കടത്തിൻ്റെ മാരക കണ്ണികളുമായി അടുത്ത ബന്ധം. ബംഗളൂരു, മംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലെ ലഹരി മാഫിയയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചു. അധ്യാപികമാർ എന്ന മേൽവിലാസം ഉപയോഗിച്ച് വലിയ തോതിൽ ലഹരി വിൽപ്പന നടത്തുകയും പണം ലഹരി മാഫിയയ്ക്ക് കൈമാറുകയും ചെയ്തു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.